മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയാണല്ലോ. മഴ തകർത്ത് തിമിർത്ത് പെയ്യുവാണ്. ഞങ്ങളൊരു യാത്ര പോയിരുന്നു സുന്ദരപാണ്ഡിപുരത്തേക്ക്. അപ്പോൾ പുനലൂർ, തെന്മല, ആര്യങ്കാവ്, പുളിയറ, ചെങ്കോട്ട, തെങ്കാശി, അപ്പോൾ ഇത്രയും സ്ഥലങ്ങളും ടച്ച് ചെയ്തിരുന്നു. ഒരു ദിവസത്തെ യാത്ര ആയതുകൊണ്ട് തന്നെ വളരെ വിശദമായിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും അത് പാർട്ട് പാർട്ടായിട്ട് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഡിയർ ഫ്രണ്ട്സ്, ഇതാണ് പുനലൂർ തൂക്കുപാലം. പുനലൂരിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാലം 19-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ നിർമ്മിച്ച 400 അടി നീളമുള്ള ഒരു വാഹന ഗതാഗത യോഗ്യമായ പാലമാണ്. ഇത് തിരുവിതാംകൂർ സർക്കാർ നിർമ്മിച്ചതാണ്. ഇപ്പോൾ ഇതൊരു ചരിത്ര ആകർഷണമായി മാറിക്കൊണ്ടിരിക്കുന്നു. കാട്ടിൽ നിന്ന് പട്ടണത്തിലേക്ക് മൃഗങ്ങൾ കടക്കുന്നത് തടയുക എന്ന ഉദ്ദേശത്തോടെ നടക്കുമ്പോൾ ഇളകുന്ന തരത്തിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. തിരുവിതാംകൂർ മഹാരാജാവ് ആയില്യം തിരുനാൾ രാമവർമ്മ തമ്പുരാന്റെ കാലത്താണ് ഈ പാലം നിർമ്മിച്ചത്. ദക്ഷിണേന്ത്യയിലെ ഒരേ ഒരു സസ്പെൻഷൻ ഡെക്ക് തരമാണിത്. വാൽത്യു ക്ലാരൻസ് ബാട്ടന്റെ കീഴിൽ നിർമ്മാണം ആരംഭിച്ച് 1877 തിരുവിതാംകൂറിലെ ആൽബർട്ട് ഹെൻറി ചീഫ് എഞ്ചിനീയർമാരാണ് കല്ലട നദിക്ക് കുറുകെ ഈ പാലം പൂർത്തിയാക്കിയത്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ വാഹന ഗതാഗത യോഗ്യമായ പാലമാണിത്. പാലത്തിന്റെ പണി പൂർത്തിയായ ശേഷവും ആളുകൾ പാലത്തിന് മുകളിലൂടെ നടക്കാൻ മടി കാണിച്ചുവെന്നും, അപ്പോൾ പാലത്തിന്റെ ബലം തെളിയിക്കാൻ വേണ്ടി എഞ്ചിനീയറും കുടുംബവും ഒരു നാടൻ വള്ളത്തിൽ പാലത്തിനടിയിലൂടെ കടന്ന സമയം 6 ആനകളെ അതിന് മുകളിലൂടെ നടത്തിച്ച് അതിന്റെ ബലം തെളിയിച്ചു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. പാലം 4 കിണറുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. പാലത്തിന്റെ ഇരുമ്പ് കമ്പികൾ കിണറുകളിലെ ക്ലിപ്പുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഓരോ കിണറിനും ഏകദേശം 100 അടി ആഴമുണ്ട്. അതിനുശേഷം ഈ പാലത്തിന്റെ നിർമ്മാണത്തിന് പിന്നിലെ എഞ്ചിനീയറിംഗ് എന്താണെന്ന് ആർക്കും അറിയില്ല. അത് ഇപ്പോഴും രഹസ്യമായി തുടരുന്നു. തൂക്കുപാലത്തിനുള്ളിൽ കയറണമെങ്കിൽ 9 മണിക്ക് ശേഷം മാത്രമേ പറ്റുള്ളൂ. അത് 7 മണി വരെ ഓപ്പണാണ്. പക്ഷെ ഞങ്ങൾ രാവിലെ ഇറങ്ങിയതുകൊണ്ടും സുന്ദരപാണ്ഡ്യപുരം വരെ പോകേണ്ടതുകൊണ്ടും ഒരു ദിവസത്തെ യാത്ര ആയതുകൊണ്ടും ഞങ്ങൾക്ക് അവിടെ അധികം വെയിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ തെന്മലയ്ക്ക് പോകുന്ന റോഡിലോട്ട് കയറി, ഇടത്തോട്ട് കയറി ഒരു 50 മീറ്റർ ദൂരം പോയപ്പോൾ ഇടത്ത് സൈഡ് മുകളിലൊക്കെ ആയിട്ട് ഒരു ശരവണ ഭവൻ ഹോട്ടൽ കണ്ടു, വെജ്. അതിന് ഓപ്പോസിറ്റായിട്ട് ഒരു പള്ളിയും ഹോസ്പിറ്റലും ഉണ്ട്. ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലം ഞാൻ റെക്കമെൻഡ് ചെയ്യുവാണ്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ആ സമയത്ത് വേറെ ഒരു ഹോട്ടൽസും തുറന്നിട്ടുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു റൂട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു ഹോട്ടൽ വളരെ ധൈര്യപൂർവ്വം തന്നെ കയറി ആഹാരം കഴിക്കാം. നല്ല ഫുഡാണ്. ഇവരുടെ ഒരു സ്പെഷ്യൽ ഫുഡുണ്ട്, സാമ്പാറുണ്ട്. അത് സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറായിരുന്നു. വളരെ സോഫ്റ്റായിട്ട് ഉള്ള ഒരു ഐറ്റമായിരുന്നു. രാവിലെ നല്ലതുപോലെ ആസ്വദിച്ച് കഴിച്ച ഒരു ഫുഡായിരുന്നു ഇത്. പിന്നെ സാമ്പാർ നമ്മളുടെ ഒരു ടേസ്റ്റ് അല്ല, എന്നാലും എന്തോ ഒരു പ്രത്യേകത അതിനുണ്ടായിരുന്നു. മോൾക്കാണെങ്കിൽ അത് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടു. തിരിച്ചു വരുന്ന വരവിലും ഈ സാമ്പാറിൻ്റെ ഇഡലിയുടെ കാര്യം മോൾ പറഞ്ഞിരുന്നു. അത് കൊള്ളാം, പൂ പോലിരിക്കുന്നേ.
ചൂടുണ്ട്. എന്നാ വാഴ എടുത്തോ. ഇത് കേസരി. തുടങ്ങി 23 വർഷമായി. 23 വർഷം. ബസ് സ്റ്റാൻഡ് എവിടെ ആയിട്ടായിരുന്നു? അവിടെ. ഇവിടെ ഇപ്പൊ വന്നിട്ട് 7 വർഷമായി. കൊള്ളാം, ഫുഡ് നല്ലതാ. ശരി. അതാണോ ഹോസ്പിറ്റൽ? അതല്ലേ? അതുകൂടെ ഒന്ന് കാണിക്കൂ. അങ്ങനെ ഞങ്ങൾ ആഹാരം കഴിച്ചിട്ടിറങ്ങി. ഇത് തെന്മലയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. എന്ത് നല്ല കാഴ്ചയാണല്ലേ. സത്യം പറഞ്ഞാൽ ഈ യാത്രകളൊക്കെ അനുഭവിച്ച് തന്നെ അറിയേണ്ടതാണ്. അത് യാത്ര പോകുമ്പോഴേ അറിയാവൂ അതിൻ്റെ ഒരു 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 എന്താ പറയണ്ടേ. എടുക്കുള്ളായിരുന്നു. സൂപ്പർ അല്ലേ? ഇതേ പുറകിലിരുന്ന ഒരാൾ ഷൈൻ ചെയ്യുന്ന കണ്ടില്ലേ? എത്ര ആസ്വദിച്ചായിരിക്കുന്ന നോക്കിയേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാവ ഇത്രയും സന്തോഷിച്ച് ഞാൻ കണ്ടിട്ടില്ലെന്ന് തന്നെ വേണം പറയാൻ. അത്രയ്ക്ക് നല്ലൊരു യാത്രയായിരുന്നു. വണ്ടി മൊബൈൽ കൊണ്ടുപോകല്ലേ? നന്നായിരിക്കും. ആണല്ലേ? പാൽരവി എങ്ങോട്ടാ? ഇച്ചിരി കൂടെ പോയി തെന്മല കഴിയണ്ട.
ഇത് തെന്മലയ്ക്ക് പോകുന്ന റോഡ്. തെന്മലയ്ക്ക് പോകുന്ന റൂട്ടാണിത്. ഇവിടെ ഇപ്പോൾ മഴ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും വെള്ളച്ചാട്ടം ഇത്രയും ഗംഭീരമായിട്ട് നമുക്ക് കാണാൻ പറ്റിയത്. എങ്ങനെയുണ്ട് ഈ കാഴ്ച? മനോഹരം. സൂപ്പർ വ്യൂ. ഇങ്ങോട്ട് ഡിയർ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ട് കാഴ്ചകളൊക്കെ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അടുത്ത നല്ല നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.